ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ക്യാപിറ്റൽ ട്രാജഡി കലാമിറ്റി, ഒരു CC എന്ന് പറയാവുന്ന ക്യാപിറ്റൽ കലാമിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് അറിയാതെ മരിച്ചു പോണതാണ്. പക്ഷേ അതിനെ പറയണമെന്ന് വെച്ചാൽ നിങ്ങളെ ക്രിസ്തുവിൽ നിന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയണത്. മനസ്സിലായ? ക്രിസ്തുവിൽ നിന്ന് ക്രിസ്തുവിനെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നാണ്. എന്താ കാര്യം? ഒരു മനുഷ്യൻ്റെ ആത്മരക്ഷയും അതിൻ്റെ വളർച്ചയും. ഇതിനു വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്തുവിനെ ആസ്പദം വെക്കണമെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന പല കാര്യങ്ങളും എന്താണ്? നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ തീരുമാനം ഉണ്ടാകും. ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്താൻ പറ്റിയ ദൈവം കൊടുത്ത കുറേ താക്കോലുകളുണ്ട് മറിയത്തിൻ്റെ കയ്യിൽ. മറിയമാണ് ഇതിനൊക്കെ എല്ലാം ബെസ്റ്റ്. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. വേണ്ട സമയത്ത് ഒതുകണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കുറെ കാര്യം റൈറ്റ് ഓഫ് ചെയ്ത് കളയണം. അതാണ് വേണ്ട സമയത്ത് കരുണ കിട്ടണം. കരുണ എന്ന് പറയുന്നത് എന്താണ്? മേഴ്സി എന്ന് വെച്ചാൽ ഗ്രേസാണ്. കരുണ, ഗ്രേസ് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഗ്രേസ് ഒരു ഫ്രീ ഗിഫ്റ്റാണ്. ക്രിസ്തുവിൽ ഒരു ആളെ വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവം അലോട്ട് ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ പവർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ല. നമ്മൾ കൃപാവരം എന്നൊക്കെ പറയുമെങ്കിലും കൃപാവരത്തിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? ദൈവം ഉദ്ദേശിക്കുന്നത് പാപം ചെയ്യാതിരിക്കാനുള്ള കഴിവാണ്. ബാക്കിയെല്ലാം ഈ ഒരു സ്റ്റാറ്റസ് കിട്ടിയാൽ ബാക്കിയുള്ളതൊന്നും പ്രശ്നമല്ല. അപ്പൊ ഈ കൃപാവരത്തിന്റെ സിംഹാസനത്തെ വേണ്ട സമയത്ത് ദൈവത്തിന്റെ കരുണ ലഭിക്കാൻ വേണ്ടി ആദ്യം സമീപിച്ചത് ആരാണ്? അമ്മയാണ്. ഈ ഹെബ്രായർ 4:16 അനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യന്റെ വേണ്ട സമയത്ത് അവന് ദൈവത്തിന്റെ കരുണ ലഭിക്കാൻ വേണ്ടി ദൈവത്തിന്റെ കൃപാവരം ലഭിക്കാൻ വേണ്ടി കൃപാവരത്തിന്റെ സിംഹാസനമായ ക്രിസ്തുവിനെ ആദ്യം സമീപിച്ചത് ആരാണ്? അമ്മയാണ്. അതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളും നമ്മൾ പ്രാപിക്കുകയും അപ്പം അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വളരെ ലളിതമായൊരു ഫോർമുലയാണ് അമ്മ, പരിശുദ്ധാത്മാവ് അമ്മയിലൂടെ വെളിപ്പെടുത്തുന്നത്. എന്താണ്? ക്രിസ്തുവിനെ നിനക്ക് സ്വീകരിക്കണോ? നീ ഒരു ഫ്രഷ് ഹാൻഡാണ്. നീ ആദ്യമാണ് ക്രിസ്തുവിനെ കേൾക്കുകയാണ്. ഡു യു വാണ്ട് ടു റിസീവ് ജീസസ് ക്രൈസ്റ്റ്? നിങ്ങൾക്ക് കർത്താവിനെ സ്വീകരിക്കണമെന്നുണ്ടോ? എങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. എന്താ ചെയ്യേണ്ടത്? എന്ത് ചെയ്യണം? നീ അവിടെ പോയി ഏതെങ്കിലും വെള്ളത്തിലോ കടലിലോ പോയി മുങ്ങേണ്ട കാര്യമില്ല. പിന്നെ എന്താ കാരണത്? നീ ഇത്രയേ ഉള്ളൂ, അവൻ പറയണ പോലെ ചെയ്യുക. വചനത്തിലുള്ള ജ്ഞാനസ്ഥാനമാണ്. ഇതൊരു ജ്ഞാനസ്ഥാനമാണ് ശരിക്കും. പക്ഷെ ആർക്കും ചെയ്യാം. ഒരു സഭയുടെ ഭാഗമാകാതെ തന്നെ നിന്നെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റും. എന്താ കാര്യം? ഫ്രഷ് ഹാൻഡ്സിൻ്റെ ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഒരു